ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ കേരള ചരിത്രത്തിലെ കേരള നവോത്ഥാനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. അതിന് പോലെ തന്നെ സാമൂഹിക മുന്നേറ്റങ്ങളും പഠിച്ചു. ഒരുപാട് ലഹളകളും അതുപോലെ തന്നെ കലാപങ്ങളും സത്യാഗ്രഹങ്ങളെയും കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ INC മെയിനായിട്ട് അതിൻ്റെ ഇൻഫ്ലുവൻസും അതിൻ്റെ നേതാക്കന്മാരും ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ടായ പല മുന്നേറ്റങ്ങൾക്കും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ആയിട്ട് കേരളത്തിൽ പല അലയടികളും നടന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുക. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. ഇതിന് പാർട്ട് 1 പാർട്ട് 2 ഒന്നുമില്ല. അപ്പോൾ ഇതിക്ക് മുന്നേ നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളും നിങ്ങൾ അതുപോലെ തന്നെ സാമൂഹിക മുന്നേറ്റങ്ങളും ഒന്ന് കാണണം. കാരണം കാലഗണന അനുസരിച്ച് കുറേ അധികം കാര്യങ്ങൾ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കാലഗണനയ്ക്ക് അനുസരിച്ചിട്ട് തന്നെ വീഡിയോകൾ അറ്റ്ലീസ്റ്റ് ചരിത്രം പഠിക്കുമ്പോൾ കാണുന്നത് വളരെ നന്നായിരിക്കും. കാര്യങ്ങൾ കൂടുതൽ ഓർമ്മയിൽ വെക്കുന്നതിനും പരീക്ഷയ്ക്ക് അത് ഓർത്തെടുക്കുന്നതിനും ക്ലെവറായിട്ടുള്ള ഗസ്സുകളൊക്കെ നടത്തുന്നതിനും നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്കറിയാവുന്ന എല്ലാ പോയിന്റുകളും ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും. അപ്പോൾ ആരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യരുത്. ഇത് ചുമ്മാ വായിച്ച് ഇങ്ങനെ പറയുവാണല്ലോ എന്ന്. കാരണം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയിട്ടായിരിക്കില്ല ഈ ക്ലാസ്സുകളൊക്കെ കാണുന്ന. ചില വീട്ടമ്മമാരൊക്കെ അവർ വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കാം ഇത് കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ കുറച്ചും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ എല്ലാ പോയിന്റുകളും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ സോറി. നിങ്ങൾ എന്തായാലും ഓരോ പോയിന്റുകളും 2-3 വട്ടമൊക്കെ വായിച്ച് തീർച്ചയായും നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, ഈ ക്ലാസ്സുകളൊക്കെ കാണണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നോക്കാം. അപ്പോൾ കോൺഗ്രസും കേരളം. അപ്പോൾ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് എന്തായിരിക്കും? INC ആയിരിക്കും അല്ലേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ആ കോൺഗ്രസും കേരളത്തിലും തമ്മിലുള്ള ഒരു എന്തൊക്കെ ഇൻഫ്ലുവൻസ് വഴികൾ ഉണ്ടായിട്ടുണ്ട്. അതായത് INC എന്തൊക്കെ രീതിയിൽ കേരളത്തിൽ കുറേ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന് തുടക്കം മലബാറിൽ നിന്നായിരുന്നു. ഓക്കെ, മലബാറിൽ നിന്നാണ് കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. മലബാറുകാരനായ സർ C ശങ്കരൻ നായർ 1897 കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നു. അപ്പോൾ ഇത് കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മലയാളിയായിട്ടുള്ള INCയുടെ ഏക അധ്യക്ഷനാണ് സർ C ശങ്കരൻ നായർ. സർ C ശങ്കരൻ നായർ 1897 കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിലായിരുന്നു C ശങ്കരൻ നായർ എന്ത് ചെയ്തിരുന്നത്, അധ്യക്ഷത വഹിച്ചിരുന്നത്. അപ്പോൾ നാളെ ഇതുവരെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മലയാളിയായിട്ടുള്ള ഏക അല്ലെങ്കിൽ ആദ്യത്തെയും ഏക അധ്യക്ഷൻ INCയുടെ അധ്യക്ഷനായിരുന്നു C ശങ്കരൻ നായർ. എന്നായിരുന്നു? 1897 കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്, അധ്യക്ഷത വഹിച്ചത്. കോൺഗ്രസ് പ്രസിഡന്റായ ഏക മലയാളിയാണ് C ശങ്കരൻ നായർ. ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചത് 1921. അതായത് KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചത് 1921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി K മാധവൻ നായർ ആയിരുന്നു. ആരായിരുന്നു KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി? K മാധവൻ നായർ ആയിരുന്നു. മാധവൻ നായർ തന്നെയായിരുന്നു ആദ്യത്തെ പ്രസിഡന്റും. അപ്പോൾ ആദ്യത്തെ സെക്രട്ടറി കം പ്രസിഡന്റ് ആരായിരുന്നു? K മാധവൻ നായർ. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചത് 1908. നോക്കൂ, KPCC 1921 വന്നിട്ടുള്ളൂ. എന്നാൽ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി 1908 തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. KP കേശവമേനോനായിരുന്നു ആദ്യത്തെ സെക്രട്ടറി. അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി 1908 തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു KP കേശവമേനോൻ. 2, 3, 4 വട്ടമൊക്കെ വായിച്ച് മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, ഇനി ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്തായിരുന്നു. ഒന്നാം അഖില രാഷ്ട്രീയ സമ്മേളനം. അഖില കേരള രാഷ്ട്രീയ INC എന്നല്ല ഉദ്ദേശിക്കണേ, അഖില കേരളത്തിൽ ഉടനീളമുള്ള നേതാക്കന്മാർ പല പല രാഷ്ട്രീയ പാർട്ടി, അന്ന് ഒരുപാട് പാർട്ടികളൊന്നും അധികം ഉണ്ടായിരുന്നില്ല, എല്ലാവരും INCയോട് യോജിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും പല പല രാഷ്ട്രീയ കക്ഷികളും ഒക്കെ കൂടി ഒരുമിച്ച് നടന്ന ഒരു രാഷ്ട്രീയ സമ്മേളനം, അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? ഒറ്റപ്പാലത്ത്. എന്നാൽ 1921 അധ്യക്ഷൻ T പ്രകാശമായിരുന്നു. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ആളാണ് T പ്രകാശൻ. ആന്ധ്ര കേസരി ആരാണ്? T പ്രകാശ്. അദ്ദേഹമാണ് 1921 എന്ത് ചെയ്തത്? ഒറ്റപ്പാലത്ത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഖ്യ ഭാരവാഹി പ്രസിഡന്റ് ആയത് 1925.
ടി പ്രകാശ് എന്ത് ചെയ്തു? KPCCയുടെ മുഖ്യ ഭാരവാഹി പ്രസിഡന്റ് 1925 1921 KPCC രൂപീകരിക്കുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഖ്യ ഭാരവാഹി പ്രസിഡന്റ് 1925 ടി പ്രകാശമായിട്ടുണ്ട്. കോൺഗ്രസിന്റെ തിരുവിതാംകൂർ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത് 1921 ആദ്യ സെക്രട്ടറി AK പിള്ളയാണ്. അപ്പൊ തിരുവിതാംകൂറിൽ, ഇതൊക്കെ മലബാറിലാണ് നടക്കുന്നത്, തിരുവിതാംകൂറിൽ ഒരു കോൺഗ്രസിന്റെ ഒരു ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അത് 1921 അതിന്റെ ആദ്യത്തെ സെക്രട്ടറി AK പിള്ളയാണ്. ഇപ്പൊ പറയില്ലേ, ഇതിപ്പോ ഇങ്ങനെ മഗപ്പ് ചെയ്ത് പഠിക്കണമല്ലോ, കാണാപ്പാടം പഠിക്കേണ്ടതായിട്ട് തന്നെ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ. ഓക്കെ. ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി എഴുതിയത് സർ C ശങ്കരൻ നായരാണ്. ആരാണ് ശങ്കരൻ നായർ? INCയുടെ ഏക മലയാളി അധ്യക്ഷനാണ്. അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് ഗാന്ധിജിയും അരാജകത്വവും. 1928 പയ്യന്നൂരിൽ നടന്ന അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. 1928 അഖില കേരള കോൺഗ്രസ് സമ്മേളനം, അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ടി പ്രകാശത്തിന്റെ അധ്യക്ഷതയിലാണ്. എന്നാൽ പയ്യന്നൂരിൽ 1928 അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് നെഹ്റുവാണ്, ജവഹർലാൽ നെഹ്റുവാണ്. സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് 1927 പയ്യന്നൂർ സമ്മേളനം ആവശ്യപ്പെട്ടു. അതായത് 1928 എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ള വലിയ രൂപമൊന്നുമില്ല. എന്നാലും നെഹ്റു പറയാണ് ഇന്ത്യ എന്തായാലും സ്വതന്ത്രമാവും ഭാരതം. അപ്പോൾ ഭാരതം സ്വതന്ത്രമാകുമ്പോൾ ഭരണഘടനയ്ക്ക് എന്തായാലും രൂപം നൽകും. ആ ഭരണഘടന രൂപം നൽകുമ്പോൾ കേരളത്തിനെ ഒരു സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന് 1928 പയ്യന്നൂർ സമ്മേളനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരാവശ്യപ്പെട്ടു? നെഹ്റു തന്നെയാണ് ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ആ സമ്മേളനം നെഹ്റുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നെഹ്റു അങ്ങനെ അഭിപ്രായപ്പെട്ടു എന്നൊക്കെ നമുക്ക് പറയാം. ഇനി അടുത്തതാണ് ഉപ്പു സത്യാഗ്രഹം കേട്ടോ. ഉപ്പു സത്യാഗ്രഹം എന്നാണ് 1930 ഉപ്പു സത്യാഗ്രഹം. നമുക്കറിയാം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്? ഉപ്പു സത്യാഗ്രഹം അതല്ല, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. അതായത് ലോജിക്കലല്ലാത്ത, ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുന്ന നിയമങ്ങളൊക്കെ എന്ത് ചെയ്യുക? ലംഘിക്കുക. അങ്ങനെയാണ് ഉപ്പിന് ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു? ടാക്സ് ഏർപ്പെടുത്തി. ഈ ഉപ്പെന്ന് പറയുന്നത് തീരദേശത്ത് വസിക്കുന്ന ആളുകളുടെയും ഒക്കെ, അല്ലെങ്കിൽ ഈ കടൽ വെള്ളം ഉണ്ടെങ്കിൽ ആർക്കും ഈസി ആയിട്ട് കുറുക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ ഉപ്പ്. പക്ഷെ ഉപ്പെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള എത്ര ദരിദ്രനായിട്ടുള്ള ഒരാളുടെ വീട്ടിലും കാണുന്നൊരു സാധനമാണ് ഉപ്പ് കൂട്ടി. പണ്ടത്തെ ആൾക്കാർ ഉപ്പ് കൂട്ടി ഉപ്പുകല്ല് കടിച്ച് ജീവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതായത് എത്ര ദരിദ്രമുള്ള ആളുടെ അടുത്ത് ഉപ്പുണ്ടാവും, ഉപ്പ് ആളുകൾ മേടിക്കും. അത് കുറേ ആളുകളുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചൊക്കെ കോസ്റ്റൽ റീജിയൻ കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് ഗുജറാത്ത് പോലുള്ള സ്ഥലത്തൊക്കെ എന്താണ്, കോസ്റ്റൽ റീജിയൻ ഉണ്ട് നന്നായിട്ട്. അപ്പോൾ അവിടുത്തെ ഒരുപാട് ആളുകളുടെ ഒരു ഉപജീവന മാർഗ്ഗമായിരിക്കും ഉപ്പുണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ടാക്സ് ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അത് പിന്നെ ഭയങ്കര വിലയുള്ളൊരു സാധനമായിട്ട് മാറുകയും അത് എന്താ പറയുക, ഇന്ത്യക്കാരെ വളരെയധികം ചൂഷണം ചെയ്ത് അവരുടെ കയ്യിലുള്ള ഒരു കുറച്ച് പൈസ ഉള്ളത് പോലും മൂറ്റിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നപ്പോഴാണ് ഗാന്ധിജി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉപ്പ് തന്നെ കുറുക്കി നിയമം അങ്ങോട്ട് ലംഘിച്ച് ഈ ഒരു സത്യാഗ്രഹം ആരംഭിക്കാമെന്ന് വിചാരിച്ച് 1930 ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഈ ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റി നമ്മൾ നാഷണൽ മൂവ്മെൻറ്റ്സ് പഠിക്കുമ്പോൾ വളരെ വിശദമായിട്ട് പഠിക്കും. മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് നടത്തിയ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ അലയൊലികൾ രാജ്യമെങ്ങുമുണ്ടായി. ഇതിൻ്റെ തുടർച്ചയെന്നോണം കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിക്കാനായി തയ്യാറെടുത്തു. അപ്പോൾ കേരളത്തിലും ഈ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ ആ ഒരു സമയത്ത് തന്നെ എന്താ പറയുക, നാഷണൽ ലെവലിൽ രാജ്യവ്യാപകമായി പലയിടത്തും എന്ത് ചെയ്തു? ഉപ്പ് നിയമം ലംഘിക്കുന്ന ഉപ്പ് സത്യാഗ്രഹം നടത്താനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിക്കാനായി തയ്യാറെടുത്തു. കേളപ്പൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രം എവിടെയാണ്? ഉളിയത്ത് കടവ്, പയ്യന്നൂരാണ്. അപ്പോൾ പയ്യന്നൂർ എന്നാണ് നമ്മൾ മെയിനായിട്ട് കേട്ടിട്ടുണ്ടാവുക. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഉളിയത്ത് കടവാണ്. ഉളിയത്ത് കടവ് പയ്യന്നൂരാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രം, അതിന് നേതൃത്വം നൽകിയാണ് കേളപ്പൻ. അതുകൊണ്ടൊക്കെയാണ് കേരള ഗാന്ധി എന്ന് നമ്മൾ കേളപ്പൻ
കേളപ്പനെ വിളിക്കുന്നത്. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്കുള്ള ഉപ്പ് സത്യാഗ്രഹം നയിക്കുന്നത് ആരാണ്? കെ കേളപ്പനാണ്. അപ്പം ഞാൻ പറഞ്ഞുതരാം എവിടെ നിന്നാണ്. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡികർപ്പുറത്തേക്ക് ഗാന്ധിജി കാൽനടയായിട്ട് പോയിട്ട് അവിടെ എന്ത് ചെയ്തു? ദണ്ഡികർപ്പുറത്ത് വെച്ചിട്ട് ഉപ്പ് നിയമം എന്ത് ചെയ്തു? ലംഘിച്ചു. ഇതുപോലെ തന്നെ കെ കേളപ്പൻ കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹം ജാഥ നയിച്ച് അവിടെ ചെന്ന് എന്ത് ചെയ്തു? ഉപ്പ് കുറുക്കി ഈ നിയമം ലംഘിച്ചു. പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ ആയിരുന്നു. കോഴിക്കോട് നിന്ന് പയ്യന്നൂരാണ് ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രം. അപ്പോൾ ആ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക്, കോഴിക്കോട് നിന്ന് ഭൂമിശാസ്ത്രപരമായി എവിടെയാണ് നിൽക്കണേ? കോഴിക്കോട് വയനാടിനും കണ്ണൂരിനും ഒക്കെ താഴെ അല്ലേ. അപ്പോൾ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ആരാ നടത്തിയത്? കെ കേളപ്പൻ. എന്നാൽ പാലക്കാട്, തൃശ്ശൂരിന് മുകളിലെടുക്കുന്ന പാലക്കാടിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോയതാണ് TR കൃഷ്ണസ്വാമി അയ്യർ. ഇങ്ങനെ ഒന്ന് ഭൂമിശാസ്ത്രപരമായെങ്കിലും ആലോചിച്ച് അത് ഓർമ്മയിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പൊന്നാനിയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത് എവിടെയാ? പൊന്നാനി മലപ്പുറത്താണ്. അപ്പോൾ പൊന്നാനിയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത് മൊയ്തു മൗലവിയാണ്. മൊയ്തു മൗലവി പൊന്നാനിയിൽ നിന്ന് പയ്യന്നൂരിലേക്ക്. അപ്പോൾ നോക്കൂ, കോഴിക്കോടിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ആര് നടത്തി? കെ കേളപ്പൻ. പാലക്കാടിൽ നിന്ന് പയ്യന്നൂരിലേക്ക് TR കൃഷ്ണസ്വാമി അയ്യർ. പൊന്നാനിയിൽ നിന്ന് പയ്യന്നൂരിലേക്ക്, എല്ലാവരും ഭാഗ്യത്തിന് പയ്യന്നൂരിലേക്കാണ് പോയത്. പൊന്നാനിയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത് മൊയ്തു മൗലവിയാണ്. ഉപ്പ് സത്യാഗ്രഹ ജാഥയിലെ പടയണി ഗാനം ഏതായിരുന്നു? വരിക വരിക സഹചരെ. ആ പാട്ട് കേട്ടിട്ടില്ലേ? വരിക വരിക സഹചരെ എന്നുള്ള പാട്ട് എന്തായിരുന്നു? ഉപ്പ് സത്യാഗ്രഹത്തിലെ പടയണി ഗാനം ആയിരുന്നു. ഈ ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. അപ്പോൾ വരിക വരിക സഹചരെ സഹജ സമര സമയമായി, അങ്ങനെ എന്തോ അല്ല അതിൻ്റെ അടുത്ത് വരി. അപ്പോൾ ഈ ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. രണ്ടാം ബർദോളി, കേരളത്തിലെ ബർദോളി എന്നൊക്കെ അറിയപ്പെടുന്നത് ഇനി ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓർമ്മയുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. രണ്ടാം ബർദോളി, കേരളത്തിൻ്റെ ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ ലീഡറാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ബർദോളി, രണ്ടാം ബർദോളി എന്നൊക്കെ അറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. എന്തുകൊണ്ടാണ്? അത് കേരളത്തിൻ്റെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രം ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം. 1948 നമ്മുടെ നാഷണൽ ലെവലിൽ നടന്ന ഒരു മൂവ്മെൻ്റാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയുടെ രാജ്യവ്യാപകമായി നടന്ന അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റാണ് എന്ത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. 1942 നടക്കുന്നത്. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ സമരം വേണ്ടത്ര പ്രതികരണം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പം മലബാറിലാണ് മെയിനായിട്ട് ഈ നാഷണൽ ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഒരു ഇൻഫ്ലുവൻസ് മലബാറാണ്. നമ്മുടെ കേരളം നോക്കുവാണെങ്കിൽ മലബാറാണല്ലോ കുറച്ചും കൂടി നോർത്ത് സൈഡ്. അപ്പം നോർത്തുമായിട്ട് കുറച്ചും കൂടി അടുത്ത് കിടക്കുന്നത് മലബാറാണല്ലോ. അപ്പം അങ്ങനെ ചിന്തിക്കുക നിങ്ങൾ. മലബാർ ക്വിറ്റ് ഇന്ത്യ സമരം വേണ്ടത്ര പ്രതികരണം സൃഷ്ടിച്ചു. കോൺഗ്രസിലെ ചില പ്രവർത്തകർ ഡോക്ടർ KB മേനോൻ്റെ നേതൃത്വത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് രൂപീകരിച്ചു. പാർട്ടിയിൽ നിന്ന് പിളർന്നു പോവല്ല, പാർട്ടിക്കുള്ളിൽ തന്നെ എന്ത് ചെയ്തു? ഒരു സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ്. ഡോക്ടർ KB മേനോൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ ചില പ്രവർത്തകർ ഡോക്ടർ KB മേനോൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് രൂപീകരിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഈ വിഭാഗക്കാർ അവരുടെ പങ്ക് വഹിക്കുകയുണ്ടായി. പ്രകടനങ്ങൾ, മീറ്റിങ്ങുകൾ എന്നിവ ഇവർ സംഘടിപ്പിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്നൊരു പ്രധാനപ്പെട്ട സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണ് ഡോക്ടർ KB മേനോൻ. അപ്പോൾ KB മേനോൻ്റെ നേതൃത്വത്തിൽ INCക്കുള്ളിൽ തന്നെ ഒരു സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് രൂപീകരിച്ചു. അദ്ദേഹം കീഴരിയൂരിൽ ഒരു ബോംബ് ഇട്ടതിൻ്റെ പേരിൽ ആണ് ഈ വധശിക്ഷയ്ക്ക് അദ്ദേഹം വിധിക്കപ്പെട്ടത്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരവും കേരളവും എഴുതിയത് ഡോക്ടർ KKN കുറുപ്പാണ്. ഡോക്ടർ KKN കുറുപ്പ് എഴുതിയതാണ് ക്വിറ്റ് ഇന്ത്യ സമരവും കേരളവും. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭകാലത്ത് രഹസ്യമായി അച്ചടിച്ച് വിതരണം ചെയ്ത പത്രമാണ് സ്വതന്ത്ര ഭാരതം. അതായത് ക്വിറ്റ് ഇന്ത്യ സമയത്ത് കേരളത്തിൽ രഹസ്യമായി അച്ചടിച്ച് വിതരണം ചെയ്ത പത്രമാണ് എന്ത്? സ്വതന്ത്ര ഭാരതം. ഓക്കെ, ഇനി അടുത്തത് ഗാന്ധിജിയുടെ 5 കേരള സന്ദർശനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്.
ഗാന്ധിജിയുടെ കേരള സന്ദർശനം നമ്മൾ ഗാന്ധിജീനെ കുറിച്ച് നമ്മൾ INCനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു ഗാന്ധിയൻ ഇറ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്ത് നമ്മൾ ഗാന്ധിജീനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഗാന്ധിജിയുടെ കേരള സന്ദർശനം നമ്മൾ ഓരോന്നും എന്തിനായിരുന്നു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ നിങ്ങൾ ഇത്ര തന്നെ മാത്രം ആലോചിച്ചിരിക്കുക. നമ്മുടെ ലോകത്തിൻ്റെ ചരിത്രം പഠിക്കും. കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീട് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളോട് ചോദിക്കും 5 തന്നെയാണോ 4 ആണോ 6 ആണോ ഗാന്ധിജി വന്നത്, അത്ര പ്രാവശ്യമാണ് വന്നത്, നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഓർത്തിരിക്കുക 5 തവണയാണ് വന്നത്. നമുക്കൊരു കൈക്ക് 5 വിരലല്ലേ, 5 വിരലെടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വട്ടവും പറയുന്നത് നമുക്ക് പറയാം. കേരളത്തിൽ ഗാന്ധി സന്ദർശിച്ച കാര്യങ്ങൾ നമുക്ക് ഓരോ വിരലിലും എണ്ണി പറയാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 5 തവണയാണ് ഗാന്ധിജി വന്നത്. 1920-നും 1937-നും ഇടയിലാണ്. അടുപ്പിച്ചല്ല വന്നത് കേട്ടോ. 1920-നും 1937-നും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമേ. നോക്കിക്കോട്ടോ. 1920-നാണ് ആദ്യം വന്നത്. പിന്നെ 5 വർഷം കഴിഞ്ഞ് 5 പ്രാവശ്യമല്ലേ വന്നിട്ടുള്ളൂ. അപ്പോൾ അടുത്ത 5 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നീട് വന്നത് 1925. പിന്നെ 27-ൽ വന്നു. ഓക്കെ, പിന്നെ 27-ൽ വന്നു. പിന്നെ നോക്കിക്കോ 34-നും 34-നും 37-നുമാണ് വന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക 1920-ൽ ആദ്യം വന്നു. പിന്നെ 5 വർഷം കഴിഞ്ഞ് 25-ൽ വന്നു. പിന്നെ 27-ൽ വന്നു. പിന്നെ നമുക്കറിയാം 25-ന്ന് ഒരു 9 കൂട്ടി കഴിഞ്ഞാൽ 1934-ൽ വന്നു. പിന്നെ 37-ന്. അപ്പോൾ 20, 25, 27, 34, 37 ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, നോക്കാം. 1920 ഓഗസ്റ്റ് 18-നായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം. അപ്പോൾ ഓർത്തിരിക്കുക 1920 ഓഗസ്റ്റ് 18-നായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം. 1920 എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ആലോചിക്കണം. എന്താ, നമ്മുടെ ചൗരി ചൗര ഇൻസിഡൻ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് തുടങ്ങാൻ അങ്ങോട്ട് പോവാണ്. എന്താ, ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥം. ഖിലാഫത്ത് സമരം എന്താണ്, മെയിനായിട്ട് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. എന്നാൽ ഇത് മലബാർ റീജിയനിൽ നമുക്കറിയാം ഈ മുസ്ലിം ലീഗൊക്കെ INCന്ന് വിട്ടു നിന്നിട്ട് പിന്നീട് INCയോട് 1916 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ INC ആയിട്ട് യോജിച്ച് പോകാൻ, പിന്നെ ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന ഈ മുസ്ലിം ലീഗുകാരുടെ ഒരു താല്പര്യമൊക്കെ കുറഞ്ഞു. കാരണം അവർ 1-ാം ലോക മഹായുദ്ധത്തിന് ആ സമയത്ത് ഖലീഫമാരോട് ചെയ്ത ഒരു ഈ എംപയറൊക്കെ പിടിച്ചെടുക്കുകയും ഖലീഫമാരോട് അവർ തീരെ അനുഭാവമില്ലാതൊക്കെ ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുണ്ടപ്പോൾ ഇന്ത്യയിൽ ഉള്ള മുസ്ലിം നേതാക്കൾക്കൊക്കെ ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പൊക്കെ ഉണ്ടാവുകയും അങ്ങനെയാണ് ഖിലാഫത്ത് സമരം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മലബാർ റീജിയനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം 1920 ഓഗസ്റ്റ് 18-ല് ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം ഷൗക്കത്ത് അലിക്കൊപ്പമാണ് ഗാന്ധിജി കോഴിക്കോട് എത്തിയത്. ഷൗക്കത്ത് അലി ഉണ്ടായിരുന്നു ഗാന്ധിജിയോടൊപ്പം. കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഗാന്ധിജി വന്നത്. അപ്പോൾ നമുക്കറിയാം ഖിലാഫത്ത് സമരം മെയിനായിട്ട്, അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ മെയിനായിട്ട് എവിടെയാണ് വന്നത്, മലബാർ റീജിയനിലാണ് വരുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും കേട്ടോ. 1925 മാർച്ച് 8-നായിരുന്നു 2ാമത്തെ സന്ദർശനം. വൈക്കം സത്യാഗ്രഹം നോക്കുക. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ സമരത്തിന് പരിഹാരം കാണാനായിരുന്നു ഗാന്ധിജിയുടെ 2ാമത്തെ കേരള സന്ദർശനം 1925 മാർച്ച് 8-ന്. ഇനി 1927 ഒക്ടോബർ 9-നാണ് ഗാന്ധിജി 3ാമത് കേരളം സന്ദർശിച്ചത്. വിവിധ സ്ഥലങ്ങളിൽ പൊതുയോഗങ്ങളിൽ ഗാന്ധിജി എന്തുണ്ടായി, പങ്കെടുക്കുകയുണ്ടായി. ഓക്കെ,
1927 ഒക്ടോബർ 9, അതായത് ഇന്ത്യയിലുടനീളം സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ വന്നത്. അങ്ങനെയാണ് മൂന്നാമത് കേരളം സന്ദർശിച്ചത്. അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ട് പൊതുയോഗങ്ങളിൽ പല പൊതുയോഗങ്ങളിൽ ഗാന്ധിജി പങ്കെടുക്കുകയുണ്ടായി. ഓക്കെ, ഇനി 1934 ജനുവരി 10-നാണ് 4ാം തവണ കേരളം സന്ദർശിച്ചത്. അതെന്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും? നമുക്കറിയാം 1932 ഒക്കെ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ നടക്കുന്നുണ്ട്. 1937 ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനം നടത്തി. എപ്പോഴാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഒരു ആഘോഷ പരിപാടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തു, അവസാനമായിട്ട് 1937 ജനുവരി 13 ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനം നടത്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡേറ്റുകൾ അത്ര ഇങ്ങോട്ട് ഓർത്തിരിക്കാൻ പറ്റില്ലെങ്കിലും എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും വർഷങ്ങൾ നിർബന്ധമായും ഓർത്തിരിക്കണം. 1920, 1927, 1925 ഉണ്ട് കേട്ടോ. 1925, 27, 1934, 1937. നോക്കൂ, 5 ഇങ്ങനെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് നാഷണൽ മൂവ്മെൻറ്റുകളുടെ ഭാഗമായിട്ട് നമുക്ക് കേരളത്തിൽ വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഈ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുണ്ടായ മൂവ്മെൻറ്റുകളും പ്രസ്ഥാനങ്ങളെ പറ്റിയൊക്കെ എന്തെങ്കിലും വേറെ ഒരു ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയ പ്രക്ഷോഭത്തിലൊക്കെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനവും വാഗൺ ട്രാജഡിയും ഒക്കെ അതിനകത്ത് വരും കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.